ഹായ് സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ അടുത്ത ലെസണിലേക്ക് സ്വാഗതം. ഇയർ 1, സെമസ്റ്റർ 1, മൊഡ്യൂൾ 1, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദെയർ യൂസസ് ആൻഡ് ലെസൺ നമ്പർ 3, 4, 5 ആൻഡ് 6. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളെ പറ്റിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്. The accuracy and neatness of engineering drawing depend upon the quality of drawing instruments used. അതായത് വിവിധ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മേഖലകളിൽ വിവിധ തരത്തിലുള്ള ഡ്രോയിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രികളിൽ വിവിധ തരത്തിലുള്ള ഡ്രോയിങ്ങുകൾ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വരയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഈ ഡ്രോയിങ്ങുകളെല്ലാം ഉയർന്ന കൃത്യതയോടുകൂടിയും നീറ്റ്നെസ്സിനോട് കൂടിയും ഉള്ളത് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വേറൊരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ, ആക്യുറസിയും നീറ്റ്നെസ്സും കീപ്പ് ചെയ്യണമെങ്കിൽ ഓരോ തരത്തിലുള്ള ഡ്രോയിങ്ങുകൾക്കും ഓരോ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ, അവയ്ക്ക് ചേർന്ന ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കണം. ആ ഇൻസ്ട്രുമെന്റുകളെ പറ്റിയാണ് നമ്മൾ ഇനി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളെ പറ്റിയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. വേരിയസ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ ആക്യുറസിക്ക് വേണ്ടിയിട്ട്, നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെന്റുകളാണ്. 1 ഡ്രോയിങ് ബോർഡ്, 2 ടി സ്ക്വയർ, 3 സെറ്റ് സ്ക്വയേഴ്സ്, 4 പ്രൊട്രാക്ടർ, 5 സ്കെയില്, 6 ഫ്രഞ്ച് കർവ്, 7 ഇറേസർ ആൻഡ് ഇറേസിംഗ് ഷീൽഡ്, 8 ഡ്രോയിങ് പെൻസിൽസ്, 9 ഡ്രാഫ്റ്റിംഗ് മെഷീൻ ആൻഡ് മിനി ഡ്രാഫ്റ്റർ, 10 ഇൻസ്ട്രുമെന്റ് ബോക്സ് ആൻഡ് 11 ഡ്രോയിങ് പേപ്പർ. നമുക്ക് ഇത്രയധികം ഡ്രോയിങ് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് ശരിയായ സ്ഥലത്ത് ശരിയായ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ശരിയായ ഇൻസ്ട്രുമെന്റുകൾ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പം നമുക്ക് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിനോട് കൂടിയിട്ടുള്ള ഡ്രോയിങ് നമുക്ക് ലഭിക്കും. അത് നമുക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണ് എന്നും അവയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിന്റെ ചിത്രമാണ് വലതുവശത്ത് കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ഡ്രോയിങ് പേപ്പർ ഫോർ മേക്കിംഗ് ഡ്രോയിങ്സ്. നമ്മൾ ആദ്യം ഡ്രോയിങ്, സൈറ്റ് ഡ്രോയിങ് എടുത്തു കഴിയുമ്പം ഒരു റഫ് ഡ്രോയിങ് ആയിരിക്കും എടുക്കുന്നത്, ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് ആയിരിക്കും എടുക്കുന്നത്. അതിനുശേഷം അത് നമുക്ക് ഓഫീസിൽ വന്നിരുന്നതിന് ശേഷം നമുക്കത് വളരെ ആക്യുറസിയോട് കൂടി നീറ്റ്നെസ്സിനോട് കൂടി വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വരയ്ക്കുന്നത് വേണ്ടി നമ്മളൊരു ഡ്രോയിങ് ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത്, വൈറ്റ് കളർ ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു. വളരെയധികം നീറ്റ്നെസ്സിനോട് കൂടിയിട്ടുള്ള, സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഡ്രോയിങ് ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഡ്രോയിങ് ഷീറ്റിന് ആദ്യം ഒരു പ്രതലത്തിൽ ഉറപ്പിച്ചു വെക്കണം. ആ ഉറപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതലമാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ് ബോർഡ് ഉപയോഗിക്കുന്നത് ഡ്രോയിങ് ഷീറ്റിനെ അതിന്റെ പ്രതലത്തിൽ ഉറപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു ഭാഗമാണ്. ഡ്രോയിങ് ബോർഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്, ദീർഘചതുരാകൃതിയിലുള്ള ഷേപ്പാണ്. ഇത് നിർമ്മിക്കുന്നത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഓക്ക് വുഡ് അല്ലെങ്കിൽ പൈൻ വുഡ്, കുറച്ച് സോഫ്റ്റ്നെസ് ഉള്ള വുഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. സാധാരണയായിട്ട് 25 mm തിക്നെസ്, കട്ടി, ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 mm ആണ്. ഇതിന്റെ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള വുഡ് കൊണ്ട് നിർമ്മിക്കുന്നതിനുള്ള കാരണം പേപ്പർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ പിന്നുകൾ ഉപയോഗിക്കും, മെറ്റൽ പിന്നുകൾ ഉപയോഗിക്കും. ഈ മെറ്റൽ പിന്നുകൾ തമ്പ് ഉപയോഗിച്ചുകൊണ്ട്, വിരൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വുഡുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ 3-4 പീസ് സോഫ്റ്റ് ആയിട്ടുള്ള ഓക്ക് വുഡ്, പൈൻ വുഡ് കൊണ്ടായിരിക്കും ഈ ഒരു ഡ്രോയിങ് ബോർഡ് നിർമ്മിക്കുന്നത്. ഈ ചെറിയ വുഡൻ പാർട്ടുകളെ ജോയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് താഴെ ബാറ്റൺ എന്ന് പറയുന്ന വുഡൻ പാർട്ടുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വുഡൻ പീസുകളെ ജോയിൻ ചെയ്ത് നിർത്തുന്നത്. ഈ വുഡൻ പീസുകൾക്ക് നമുക്ക്
വുഡൻ സ്ട്രിപ്പുകൾ എന്ന് പറയാം. ഈ വുഡൻ സ്ട്രിപ്പുകളെ നമ്മൾ ജോയിൻ ചെയ്ത് നിർത്തുന്നത് ഈ ബാറ്റൺസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് ഡ്രോയിങ് ബോർഡിന്റെ അടിവശമാണ്. ഈ അടിവശത്താണ് ബാറ്റണുകൾ ഉള്ളത്. മുകൾ വശം പരന്നിരിക്കുന്ന ഫിനിഷ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അവിടെയാണ് ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ് ബോർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എബണി വർക്കിംഗ് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് പാർട്ട് കൂടി ഡ്രോയിങ് ബോർഡിനോട് കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. എബണി എഡ്ജ് എന്നാണ് പറയുന്നത്. ഇത് ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ പിടിപ്പിക്കുന്നതിന് വേണ്ടി, ഷീറ്റിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടി സ്ക്വയർ എന്ന് പറയുന്നത്. ആ ടി സ്ക്വയറിനെ ശരിയായി ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എബണി വർക്കിംഗ് എഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. വുഡൻ പാർട്ടാണ്. വുഡൻ പീസ് കൊണ്ട് നിർമ്മിച്ച് മുകൾ വശം ഫ്ലാറ്റൻ ചെയ്തിരിക്കുന്ന, ഫിനിഷ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ് ബോർഡിൽ വുഡൻ സ്ട്രിപ്പുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ബാറ്റണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എബണി എഡ്ജുകൾ ഉണ്ട്. അപ്പൊ ഇതാണ് ഡ്രോയിങ് ബോർഡ്. അടുത്ത ഡെസിഗ്നേഷൻ ഓഫ് ഡ്രോയിങ് ബോർഡ്. ഈ ഡ്രോയിങ് ബോർഡുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടും ഈ ഡ്രോയിങ് ബോർഡുകളെ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഡ്രോയിങ് ബോർഡുകൾ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡുകളുടെ സൈസ് നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഡ്രോയിങ് ബോർഡുകളുടെ ഡെസിഗ്നേഷൻ, അതിന്റെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മെത്തേഡ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഡെസിഗ്നേഷനിൽ കൊടുക്കുന്നത് D0, D1, D2, D3 എന്നാണ് ഡ്രോയിങ് ബോർഡിന്റെ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. D0, D1, D2, D3 എന്നാണ് ഡ്രോയിങ് ബോർഡിന്റെ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. അത് D0 ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് അതിന്റെ സൈസ് മില്ലിമീറ്റർ കൊടുത്തുള്ളത് 1500 മില്ലിമീറ്റർ നീളം, 1000 മില്ലിമീറ്റർ വീതി, അതുപോലെ തന്നെ 25 മില്ലിമീറ്റർ തിക്നെസ് ആണ് കൊടുത്തിട്ടുള്ളത്. 1500 മില്ലിമീറ്റർ നീളവും 1000 മില്ലിമീറ്റർ വീതിയും അതുപോലെ തന്നെ 25 മില്ലിമീറ്റർ തിക്നെസ്സും. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ഡ്രോയിങ് ബോർഡാണ്. ആ ഡ്രോയിങ് ബോർഡിന് നമുക്ക് D0 സൈസ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയാം. D1 എന്ന് പറയുന്നത് നീളം 1000 മില്ലിമീറ്റർ, വീതി 700 മില്ലിമീറ്റർ, തിക്നെസ് 25 മില്ലിമീറ്റർ, കുറച്ചുകൂടി ചെറിയ ഡ്രോയിങ് ബോർഡാണ്. D2 സൈസ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് 700 മില്ലിമീറ്റർ നീളവും 500 മില്ലിമീറ്റർ വീതിയും 15 മില്ലിമീറ്റർ തിക്നെസ്സും. D3 ഡ്രോയിങ് ബോർഡ് 500 മില്ലിമീറ്റർ നീളവും 350 മില്ലിമീറ്റർ വീതിയും 15 മില്ലിമീറ്റർ തിക്നെസ്സുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് വിവിധ തരത്തിലുള്ള ഡ്രോയിങ് ബോർഡ് ഡെസിഗ്നേഷനും അവയുടെ സൈസുകളും. D0, D1, D2, D3. D0 1500 × 500 × 25. D1 1000 × 700 × 25. D2 700 × 500 × 15. D3 500 × 350 × 15 മില്ലിമീറ്റർ. ഇതാണ് ഡ്രോയിങ് ബോർഡിന്റെ ഡെസിഗ്നേഷൻ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ഈ ഡ്രോയിങ് ബോർഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ടി സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒന്നുകിൽ വുഡ് കൊണ്ടോ, നല്ലപോലെ ഫിനിഷ് ചെയ്തുള്ള വുഡ് കൊണ്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ, സെല്ലുലോയിഡ് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ ഷേപ്പ് ടി ആകൃതിയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ടി സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു നീളമുള്ള ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ ബ്ലേഡ് എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ ഒരു എൻഡില് 90 ഡിഗ്രിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നീളമുള്ള ഒരു ബ്ലേഡ് എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഭാഗവും. ഈ ബ്ലേഡിന്റെ ഒരു എഡ്ജ് ബെവൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ചരിച്ചായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ബ്ലേഡിന്റെ ചരിച്ച് നിർമ്മിച്ചിട്ടുള്ള, ബെവൽ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള എഡ്ജിന് നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ബ്ലേഡ് സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ ഹെഡിലേക്ക് സ്ക്രൂ വഴി ഉറപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ സ്റ്റോക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഡ്രോയിങ് ബോർഡിന്റെ എബണി എഡ്ജിലേക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മുകളിലേക്കും താഴേക്കും സ്ലൈഡ് ചെയ്യിച്ച് ഡ്രോയിങ് ബോർഡിന് മുകളിലുള്ള പേപ്പറിൽ ഈസി ആയിട്ട് ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ടി സ്ക്വയർ നമ്മൾ ഉപയോഗിക്കുന്ന തിരശ്ചീനമായിട്ടുള്ള രേഖകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഈ
ടി സ്ക്വയർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. തിരശ്ചീന രേഖകൾ, ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ ഓഫ് ടി സ്ക്വയർ. ടി സ്ക്വയറിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? വലിയ ഡ്രോയിങ് ബോർഡ് ആണെങ്കിൽ, വലിയ ഡ്രോയിങ് ഷീറ്റ് ആണെങ്കിൽ വലിയ ഡ്രോയിങ് ബോർഡ് ഉപയോഗിക്കണം. അപ്പോൾ ടി സ്ക്വയറും വലുത് ഉപയോഗിക്കണം. അപ്പം ഡ്രോയിങ് ഷീറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡിന്റെ ലെങ്ത്തിനനുസരിച്ച് ടി സ്ക്വയറിന്റെ ലെങ്ത് നമ്മൾ മാറ്റണം. T0 ഡെസിഗ്നേഷനോട് കൂടിയിട്ടുള്ള ടി സ്ക്വയറിന്റെ ലെങ്ത് 1500 മില്ലിമീറ്റർ ആണ്. നമ്മൾ D0 ഡ്രോയിങ് ബോർഡിന്റെ സൈസ് 1500 ആണ് നീളം പറഞ്ഞത്, 1000 വീതിയും 25 തിക്നെസ്സും. അപ്പൊ അതിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ T0 സൈസ് ഡെസിഗ്നേഷനോട് കൂടിയിട്ടുള്ള ടി സ്ക്വയർ ഉപയോഗിക്കാം. അതുപോലെ T1 1000 മില്ലിമീറ്റർ ആണ് അതിന്റെ നീളം. നമ്മളെ D1 ഡ്രോയിങ് ബോർഡിന്റെ നീളം 1000 മില്ലിമീറ്റർ പറഞ്ഞു, അതിൽ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ T2 700 മില്ലിമീറ്റർ നീളമാണ്. T3 ഡെസിഗ്നേഷനോട് കൂടിയിട്ടുള്ള ടി സ്ക്വയറിന് 500 മില്ലിമീറ്റർ നീളവും ഉണ്ട്. അപ്പൊ ഡ്രോയിങ് ബോർഡിന്റെ ലെങ്ത്തിനനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം, സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. ചെറിയ ഡ്രോയിങ് ബോർഡിൽ വലുത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അടുത്തത് സെറ്റ് സ്ക്വയേഴ്സ്. സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കുലർ ഷേപ്പ്, ത്രികോണാകൃതിയിലുള്ള മരം കൊണ്ടോ സെല്ലുലോയിഡ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള രണ്ട് ത്രികോണാകൃതിയിലുള്ള ഇൻസ്ട്രുമെന്റുകളാണ് സെറ്റ് സ്ക്വയറുകൾ എന്ന് പറയുന്നത്. രണ്ട് എണ്ണമുണ്ട്, അതുകൊണ്ടാണ് സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതിൽ 45 ഡിഗ്രിയിലുള്ള രണ്ട് ആംഗിളുകളും 90 ഡിഗ്രിയിലുള്ള ഒരു ആംഗിളുമാണ് ഉള്ളത്. 45 ഡിഗ്രിയിലുള്ള ഒരു ആംഗിളും 90 ഡിഗ്രിയിലുള്ള ആംഗിളുമാണ് ഉള്ളത്. അതിന്റെ നീളം എന്ന് പറയുന്നത് 200 മില്ലിമീറ്റർ ആയിരിക്കും. രണ്ടാമത്തത് ഒന്ന് 30 ഡിഗ്രി ആംഗിളും രണ്ടാമത്തത് 60 ഡിഗ്രി ആംഗിളും മൂന്നാമത്തത് 90 ഡിഗ്രി ആംഗിളും ആയിരിക്കും. 30 60 സെറ്റ് സ്ക്വയർ എന്നും 45 സെറ്റ് സ്ക്വയർ എന്നുമാണ് പറയുന്നത്. 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ, 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഈ 30-60 ഡിഗ്രി സെറ്റ് സ്ക്വയറിന്റെ നീളം എന്ന് പറയുന്നത് 250 മില്ലിമീറ്റർ ആയിരിക്കും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. സെല്ലുലോയിഡ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ത്രികോണാകൃതിയിലുള്ള രണ്ട് ഇൻസ്ട്രുമെന്റുകൾ, 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ, അതുപോലെ തന്നെ 30-60 ഡിഗ്രി സെറ്റ് സ്ക്വയർ. ഇത് വെച്ചുകൊണ്ട് ഈ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 30 ഡിഗ്രി ആംഗിളും 45 ഡിഗ്രി ആംഗിളും 60 ഡിഗ്രി ആംഗിളും ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 60 ഡിഗ്രിക്ക് മുകളിൽ 15 ഡിഗ്രി ഇടവേളകളിൽ 75 ഡിഗ്രി 90 ഡിഗ്രി 105 ഡിഗ്രി 120 ഡിഗ്രി എന്നിങ്ങനെ അതിന് മുകളിലേക്ക് 60 ഡിഗ്രിക്ക് മുകളിലേക്ക് 15 ഡിഗ്രി ഇടവേളകളിൽ വിവിധ ആംഗിളുകൾ നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. വേറെ ഇൻസ്ട്രുമെന്റ് ആണ് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇതും സെമി സർക്കുലർ ആകൃതിയിൽ പ്ലാസ്റ്റിക് കൊണ്ടോ സെല്ലുലോയിഡ് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ 0 മുതൽ 180 ഡിഗ്രി വരെ 0 മുതൽ 180 വരെ 180 ഡിവിഷനുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 മുതൽ 180 വരെ 180 ഡിവിഷനുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിവിഷനും ഓരോ ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യും. 180 ഡിഗ്രിയിൽ 180 ഡിവിഷനുകളിൽ ഓരോ ഡിവിഷനും ഓരോ ചെറിയ ഡിവിഷനും ഓരോ ഡിഗ്രി ആംഗിളിനെ മെഷർ ചെയ്യും. വിവിധ ആംഗിളുകളെ മെഷർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള ആംഗിളുകളിൽ ഏത് ആംഗിളിനെ വേണമെങ്കിലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് രണ്ട് ഉദാഹരണങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. 30 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുന്നു, അതുപോലെ തന്നെ 46 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുന്നു. മറ്റേത് ആംഗിളുകൾ വേണമെങ്കിലും 180-നിടയിൽ ഏത് ആംഗിൾ വേണമെങ്കിലും മെഷർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അഞ്ചാമത് വരുന്നതാണ് സ്കെയിലുകൾ. സ്കെയിലുകൾ നമുക്കറിയാം, സാധാരണയായിട്ട് മരം കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ സെല്ലുലോയിഡ് കൊണ്ടോ ഈവൻ സ്റ്റീൽ കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള സ്കെയിലുകൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്നു. ചെറിയ ലെങ്ത്തുകൾ, ചെറിയ നീളങ്ങൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കെയിലുകൾ ഉപയോഗിക്കുന്നത്. 150 മില്ലിമീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ നീളങ്ങളിലായിട്ട് രണ്ട് സൈസ് സ്കെയിലുകൾ നമുക്ക് സാധാരണയായിട്ട് കോമൺ യൂസിന് വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ട്. 15 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ നീളവും അല്ലെങ്കിൽ 150 മില്ലിമീറ്റർ നീളവും 300 മില്ലിമീറ്റർ നീളത്തിലുമായിട്ട് രണ്ട് സൈസിൽ
ഉള്ള സ്കെയിലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് വുഡ് കൊണ്ട്, മരം കൊണ്ട് നിർമ്മിച്ചതോ, സെല്ലുലോയിഡോ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതോ, സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതോ ആയിരിക്കാം. അപ്പൊ ഈ രീതിയിലുള്ള സ്കെയിലുകൾ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഉപയോഗിച്ചു വരുന്നു. മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് കർവ് നിർമ്മിച്ചിട്ടുള്ളത് സെല്ലുലോയിഡോ പ്ലാസ്റ്റിക് കൊണ്ടോ ആയിരിക്കും. ഈ സെല്ലുലോയിഡോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഈ ഫ്രഞ്ച് കർവിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ട് വരുന്ന കർവുകളെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കൊരു വൃത്തം വരയ്ക്കണമെങ്കിൽ നമുക്കൊരു കോമ്പസ് ഉപയോഗിക്കാം. വൃത്തം വരയ്ക്കണമെങ്കിൽ കോമ്പസ് ഉപയോഗിക്കാം. അതിനൊരു റെഗുലർ കർവ് എന്ന് പറയും. എന്നാൽ ഒരു ദീർഘവൃത്തം വരയ്ക്കണമെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പ്, കർവ് വരുന്ന ഷേപ്പുകളെ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഒരു റെഗുലർ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ എഡ്ജുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത റേഡിയസുകളിൽ, വ്യത്യസ്ത ആരങ്ങളിൽ കർവ് ചെയ്തിട്ടുള്ള എഡ്ജുകളാണ് ഉള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള കർവ് ഏതാണോ വരുന്നത് ആ എഡ്ജ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ എഡ്ജ് വെച്ച് ആ നിശ്ചിത നീളം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഉദാഹരണത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ദീർഘവൃത്തമായിരുന്നു. നമുക്ക് കോമ്പസ് വെച്ച് നേരിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ആ ഫ്രഞ്ച് കർവിന്റെ ഒരു എഡ്ജ് ആ ദീർഘവൃത്തത്തിന്റെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റുകളിൽ വെച്ച് അത്രയും നീളം മെഷർ ചെയ്തതിന് ശേഷം അതിനെ എടുത്ത് അടുത്ത പൊസിഷനിൽ വെച്ചിട്ട് വരയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ റെഗുലർ കർവുകൾ വരയ്ക്കുക. കണ്ടിന്യൂസ് കർവുകൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്നത്. ഇറഗുലർ കർവുകൾ വരുമ്പം അതിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇറേസർ. അതുപോലെ തന്നെ ഇറേസറിന്റെ കൂടെ ഒരു ഇറേസിംഗ് ഷീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരച്ചു, അതിൽ ആവശ്യമില്ലാത്ത വരകൾ ഉണ്ടെങ്കിൽ അതിനെ മായ്ച്ചു കളയാൻ വേണ്ടി ഒരു ഇറേസർ റബ്ബർ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇറേസിംഗ് ഷീൽഡ് ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വരയുടെ കൂടെ ആവശ്യമുള്ള വരകൾ, ലൈനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇറേസ് ചെയ്ത് കഴിയുമ്പം കൂടെയുള്ള ആവശ്യമുള്ള വരകൾ കൂടി മാഞ്ഞു പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറേസിംഗ് ഷീൽഡ് ഉപയോഗിക്കുന്നത്. ഇറേസിംഗ് ഷീൽഡിലെ സ്ലോട്ട് മായ്ക്കേണ്ട, ഇറേസ് ചെയ്യേണ്ട ലൈനിന്റെ മുകളിൽ വെച്ചിട്ട് ആ ലൈൻ മാത്രം മായ്ച്ചു കളയും. ഇറേസിംഗ് ഷീൽഡ് ആവശ്യമുള്ള ലൈനിനെ കവർ ചെയ്യുകയും ചെയ്യും. അതിനാണ് ഇറേസിംഗ് ഷീൽഡ് ഉപയോഗിക്കുന്നത്. മറ്റൊന്നാണ് ഡ്രോയിങ് പെൻസിൽസ്. സാധാരണയായിട്ട് നമ്മൾ പെൻസിലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രോയിങ് ഷീറ്റിൽ എല്ലാ തരത്തിലുള്ള ഡ്രോയിങ്ങുകളും വരയ്ക്കുന്നത്. ആവശ്യമെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്തതിന് ശേഷം മാറ്റി വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഡ്രോയിങ് പെൻസിലുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഡ്രോയിങ് പെൻസിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ലെഡാണ്. അതിന്റെ ഇൻസൈഡ് പാർട്ട്, അതിന്റെ അകവശത്തുള്ളത് ഒരു ലെഡാണ്. ആ ലെഡിനെ ഒരു സോഫ്റ്റ് വുഡിന് അകത്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ലെഡ് ഒരു സോഫ്റ്റ് വുഡിനകത്ത്, മരത്തിന്റെ പീസിനകത്ത് ഇൻസേർട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ പെൻസിൽ എന്ന് പറയുന്നത്. ഈ ലെഡ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാഫൈറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള കളിമണ്ണായിട്ടുള്ള കവോലിൻ എന്ന് പറയുന്ന ഒരു ക്ലേ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഈ ലെഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലെഡിന്റെ ഹാർഡ്നെസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഈ കാവോലിൻ എന്ന് പറയുന്ന ഈ ക്ലേയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഈ കാവോലിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഹാർഡ്നെസ് കൂടുതലായിരിക്കും. കാവോലിന്റെ അളവ് കുറവാണെങ്കിൽ ഹാർഡ്നെസ് കട്ടി കുറവായിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഡ്രോയിങ് പെൻസിൽസ് എന്ന് പറയുന്നത്. ഡ്രോയിങ് ഷീറ്റിന് മുകളിൽ വിവിധ തരത്തിലുള്ള വരകൾ രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡ്രോയിങ് പെൻസിൽ എന്ന് പറയുന്നത്. ഇതൊരു എഞ്ചിനീയറുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിനോടുകൂടി ഡ്രോയിങ് പെൻസിലിനോട് കൂടി തന്നെ ഉള്ളതാണ് ഗ്രേഡിംഗ് ഓഫ് പെൻസിൽസ്. നമ്മൾ ഹാർഡ്നെസിന്റെ കാര്യം പറഞ്ഞു, പെൻസിലിന്റെ ഹാർഡ്നെസിന്റെ കാര്യം പറഞ്ഞു. കവോലിൻ അല്ലെങ്കിൽ ക്ലേയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹാർഡ്നെസ്, ദൃഢത കൂടും. ക്ലേയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് ദൃഢത
കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. വിവിധ തരത്തിലുള്ള പെൻസിലുകളിൽ ഈ ക്ലേയുടെ അളവിനനുസരിച്ച് ഹാർഡ്നെസ് കൂടുതലും കുറവും ആയിട്ട് വരും. വിവിധ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഡ്രോയിങ്ങുകൾക്ക് നമുക്ക് ഹാർഡ്നെസ് കൂടുതലുള്ളതും കുറവുള്ളതും മീഡിയം ഹാർഡ്നെസ് ഉള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പെൻസിലുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് ഈ പെൻസിലുകളെ തരംതിരിച്ചിട്ടുണ്ട്. അതിനൊരു സീരീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പെൻസിലുകളുടെ ഹാർഡ്നെസ്സിനനുസരിച്ച് അതിനൊരു സീരീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ സീരീസ് ഇങ്ങനെയാണ്: 9H, 8H, 7H, 6H, 5H, 4H, 3H, 2H, H, HB, B, 2B, 3B, 4B, 5B, 6B ആൻഡ് 7B എന്നിങ്ങനെ 17 ഗ്രേഡുകളിലായിട്ട് പെൻസിൽ ലെഡുകളെ തരംതിരിച്ചിട്ടുണ്ട്. 9H എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ്നെസ് കൂടിയത്, അതായത് ക്ലേ കൂടുതലായിട്ടുള്ള ലെഡ്, വളരെയധികം ഹാർഡ്നെസ് കൂടുതലും. വലത്തെ അറ്റത്ത് വരുന്ന 7B എന്ന് പറയുന്നത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിലുകളും ആണ്. സാധാരണയായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പർപ്പസുകൾക്ക് ഒരു മീഡിയം ഹാർഡ്നെസ് അല്ലെങ്കിൽ മീഡിയം സോഫ്റ്റ്നെസ് ഉള്ള ഈ സീരീസിന്റെ ഏകദേശം നടുക്ക് വരുന്ന പെൻസിലുകളാണ് ഉപയോഗിക്കുന്നത്. HB, 2H പെൻസിലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മീഡിയം ഹാർഡ്നെസ് അല്ലെങ്കിൽ മീഡിയം സോഫ്റ്റ്നെസ് ഉണ്ട്. HB, 2H പെൻസിലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്രീ ഹാൻഡ് സ്കെച്ച് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള HB പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ നമുക്ക് ഈസി ആയിട്ട് പെൻസിലിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. അതിനൊക്കെ നമ്മൾ HB പെൻസിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ലെറ്ററിങ് എഴുതുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനറൽ ലൈൻ വർക്കിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് നമ്മുടെ മീഡിയം ഹാർഡ് HBക്ക് തൊട്ട് മുന്നേയുള്ള കുറച്ചുകൂടി ഹാർഡ്നെസ് കൂടിയിട്ടുള്ള വസ്തു ഉപയോഗിക്കും. നമ്മൾ ഷെയ്ഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ HB പെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. സോഫ്റ്റ് പെൻസിൽ ഉപയോഗിക്കാം. കൺസ്ട്രക്ഷൻ ലൈൻ, അതായത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഹാർഡ്നെസ് 2H, 3H പെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഗ്രേഡിംഗ് ഓഫ് പെൻസിൽസ്. വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ലൈനുകളാണ് ഉപയോഗിക്കുന്നത്. ആ ലൈനുകൾ വരയ്ക്കുന്നതിന് വേണ്ടി വിവിധ ഗ്രേഡിനോട് കൂടിയിട്ടുള്ള പെൻസിലുകൾ ഉപയോഗിക്കും. മറ്റൊന്നാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ ആൻഡ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് മെഷീൻ ആൻഡ് മിനി ഡ്രാഫ്റ്റർ. അതിൽ ഡ്രാഫ്റ്റിംഗ് മെഷീൻ ആണ് കാണിച്ചിട്ടുള്ളത്. വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളുടെ ഒരു സെറ്റാണ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റുകളുടെ ഒരു സെറ്റാണ് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതൊരു ടേബിൾ ആണ്. ഈ ടേബിളിന് മുകളിൽ, ഈ ടേബിളിന്റെ ലെഗിന് മുകളിൽ ഒരു ഡ്രോയിങ് ബോർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡ്രോയിങ് ബോർഡിനെ നമുക്ക് ടിൽറ്റ് ചെയ്യാം. തിരിച്ചുകൊണ്ട് ഇതിന്റെ ആംഗിളുകൾ മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ചരിവ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിന് മുകളിൽ ഒരു ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ഡ്രാഫ്റ്റിംഗ് മെഷീനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രോയിങ് ബോർഡിന് മുകളിൽ. ഈ ഡ്രാഫ്റ്റിംഗ് മെഷീനിൽ ഒരു L രൂപത്തിലുള്ള ഒരു സ്കെയിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന 2 സ്കെയിലുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്കെയിൽ ഒരു പ്രൊട്രാക്ടർ ഹെഡിലേക്കാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്കെയിലിന്റെ ഉപയോഗവും നടക്കും. അതുപോലെ തന്നെ സെറ്റ് സ്ക്വയറിന്റെയും പ്രൊട്രാക്ടറിന്റെയും ഉപയോഗവും ഇതുകൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പൊ സ്കെയില്, പ്രൊട്രാക്ടർ, അതുപോലെ സെറ്റ് സ്ക്വയർ തുടങ്ങിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഉപയോഗിക്കുകയും ചെയ്യാം. മറ്റൊന്നാണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് മെഷീന്റെ ഒരു ചെറിയ രൂപമാണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഈ മിനി ഡ്രാഫ്റ്ററിലും പ്രധാനമായിട്ടും ഈ ഡ്രാഫ്റ്റിംഗ് മെഷീനിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം തന്നെയാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത്. L രൂപത്തിലുള്ള ഒരു സെല്ലുലോയിഡ് സ്കെയിലാണ്. ആ സെല്ലുലോയിഡ് സ്കെയിലിനെ ഒരു പ്രൊട്രാക്ടർ ഹെഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന 2 സ്കെയിലുകൾ. അതൊരു സെല്ലുലോയിഡ് സ്കെയിലാണ്. അതൊരു പ്രൊട്രാക്ടർ ഹെഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഷീറ്റിന് മുകളിലൂടെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിന്റെ മൂവ്മെന്റ് പൊസിഷനുകളാണ് കാണിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ലൈനുകൾ നമുക്ക് വരയ്ക്കാം, വെർട്ടിക്കൽ ലൈനുകൾ വരയ്ക്കാം, ഇൻക്ലൈൻഡ് ലൈനുകൾ, പാരലൽ ലൈനുകൾ, പെർപെൻഡിക്കുലർ ലൈനുകൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള എല്ലാ ആംഗിളിലുമുള്ള ലൈനുകൾ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു മിനി ഡ്രാഫ്റ്ററിന്റെ വളരെ വലിയൊരു
അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ടി സ്ക്വയർ ഉപയോഗിച്ച് കഴിയുമ്പം ടി സ്ക്വയറിൽ ഹൊറിസോണ്ടൽ ലൈനുകൾ മാത്രമേ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് കഴിയുമ്പം എല്ലാ തരത്തിലുള്ള ലൈനുകളും നമുക്ക് വരയ്ക്കാം. ഏത് ആംഗിളിൽ വേണമെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യാം. ആദ്യം അത് ഡ്രോയിങ് ബോർഡിന് മുകളിൽ ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഡ്രോയിങ് ഷീറ്റിന് മുകളിൽ മാർജിൻ വരച്ച് ആ മാർജിനിൽ വെച്ച് മിനി ഡ്രാഫ്റ്ററിന്റെ സ്കെയില് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പൊ ഇതാണ് മിനി ഡ്രാഫ്റ്റർ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ്. അടുത്ത് വരുന്നതാണ് ഇൻസ്ട്രുമെന്റ് ബോക്സ്. ചെറിയ ഇൻസ്ട്രുമെന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബോക്സ്. ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കോമ്പസ് ഉണ്ടാവും, ലാർജ് കോമ്പസ്, അതുപോലെ തന്നെ ലാർജ് ഡിവൈഡർ, ബോ കോമ്പസ്, ബോ ഡിവൈഡർ, ലെങ്തനിങ് ബാർ, പെൻ പോയിന്റ് അല്ലെങ്കിൽ പെൻ പോയിന്റ് അറ്റാച്ച്മെന്റ്, സ്ക്രൂ ഡ്രൈവർ, ലെഡ് കേസ്, ലൈനർ. ഇത്രയും ഭാഗം ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ലാർജ് കോമ്പസ്, അതുപോലെ തന്നെ ലാർജ് ഡിവൈഡർ, ലാർജ് കോമ്പസ്, ലാർജ് ഡിവൈഡർ, അതുപോലെ തന്നെ ബോ കോമ്പസ്, ബോ ഡിവൈഡർ, ലെങ്തനിങ് ബാർ, അതുപോലെ തന്നെ പെൻ പോയിന്റ്, അങ്ങനെ കുറെ അധികം ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ലാർജ് കോമ്പസ് ഏകദേശം 250 മില്ലിമീറ്റർ വരെ ഡയമീറ്റർ വരുന്ന, വ്യാസം വരുന്ന സർക്കിളുകൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാർജ് കോമ്പസ് ഉപയോഗിക്കാം. വൃത്തം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പസ് എന്ന് പറയുന്നത്. 250 മില്ലിമീറ്റർ വരെ വ്യാസം വരുന്ന വൃത്തങ്ങൾ നമുക്ക് ഇത് വെച്ച് വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ 2 ലെഗുകളിൽ ഒരു ലെഗ് നീ ജോയിന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ കാലിന്റെ മുട്ട് എങ്ങനെയാണ് ഉള്ളത് അതുപോലെയുള്ള ഒരു ജോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നീ ജോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ നീ ജോയിന്റ് നമുക്ക് ഇളക്കി എടുത്തുകൊണ്ട് അവിടെ ഒരു പെൻസിൽ ഹെഡോ അല്ലെങ്കിൽ ഒരു പെൻ ഹെഡോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ കോമ്പസ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള സർക്കിളുകൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീ ജോയിന്റ് കൊടുത്തിട്ടുള്ളത് പെൻസിൽ ഹെഡും അതുപോലെ തന്നെ പെൻ ഹെഡും ഒക്കെ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റൊന്നാണ് ലാർജ് ഡിവൈഡർ. ലാർജ് ഡിവൈഡർ ഇതിന്റെ 2 ലെഗുകളിലും പോയിന്റുകളാണ് ഉള്ളത്. ഇവിടെ പെൻസിലോ പെന്നോ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡിവൈഡറിന്റെ 2 ലെഗുകളിലും 2 സ്റ്റീൽ പോയിന്റുകളാണ് ഉള്ളത്. വിവിധ ലെങ്ത്തുകളെ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി, ഡ്രോയിങ്ങിലുള്ള വിവിധ ലൈനുകളുടെ ലെങ്ത്തുകളെ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഡർ ഉപയോഗിക്കുന്നത്. Divider is used to transfer dimensions and dividing lines into a number of equal parts. പേരിൽ തന്നെയുണ്ട്, ലൈനിനെ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയമെൻഷനെ, അളവുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. മറ്റുള്ളതാണ് ബോ ഇൻസ്ട്രുമെന്റ്സ്. ബോ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ബോ ഇൻസ്ട്രുമെന്റുകളുടെ ഉപയോഗവും കോമ്പസിന്റെ ഉപയോഗം തന്നെയാണ്. കോമ്പസ് ഉപയോഗിച്ച് വലിയ സർക്കിളുകളെ നമുക്ക് വരയ്ക്കാമായിരുന്നെങ്കിൽ ചെറിയ സർക്കിളുകളെ, അതായത് 25 മില്ലിമീറ്റർ വരെ ഉള്ള സർക്കിളുകളെ വളരെ കൃത്യതയോടുകൂടി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളാണ് ബോ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ഈ ബോ ഇൻസ്ട്രുമെന്റുകളിൽ ബോ കോമ്പസും ഉണ്ട്, അതുപോലെ തന്നെ ബോ ഡിവൈഡറും ഉണ്ട്. ബോ കോമ്പസുകളുടെ പ്രത്യേകത, നമ്മുടെ ഒരു നീ ജോയിന്റ് ഉണ്ടായിരിക്കും. ലാർജ് കോമ്പസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു നീ ജോയിന്റ് ഉണ്ടായിരിക്കും. ആ ജോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെൻസിലോ അല്ലെങ്കിൽ ഇങ്കിങ് പെന്നോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സർക്കിൾ വരയ്ക്കാം. മറ്റൊന്ന് ബോ ഡിവൈഡർ ആണ്. ചെറിയ ഡിസ്റ്റൻസുകളെ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബോ ഡിവൈഡറുകൾ ഉപയോഗിക്കാം. അതിനാണ് ബോ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ബോ കോമ്പസ് ആൻഡ് ബോ ഡിവൈഡേഴ്സ്. മറ്റൊന്നാണ് ലെങ്തനിങ് ബാർ എന്ന് പറയുന്നത്. നമ്മുടെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ സർക്കിളുകൾ നമുക്ക് വരയ്ക്കാമായിരുന്നു. വലിയ സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ കോമ്പസിന്റെ നീ ജോയിന്റ് എടുത്തു മാറ്റിയതിനു ശേഷം ഈ ലെങ്തനിങ് ബാർ അവിടെ ഫിറ്റ് ചെയ്യുക. കോമ്പസിന്റെ നീ ജോയിന്റ് എടുത്തതിന് ശേഷം കുറെ കൂടെ നീളമുള്ള ലെങ്തനിങ് ബാർ ഇവിടെ ഫിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ കൂടി വലിയ സർക്കിളുകൾ 250 മില്ലിമീറ്റർ ഡയമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള
സർക്കിളുകൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് കോമ്പസിനൂടെ ഒരു നീ ജോയിന്റ് കൊടുത്തിട്ടുള്ളത്. ലെങ്തനിങ് ബാർ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഗിന്റെ നീളം വളരെയധികം കൂടുതലായിരിക്കും. അപ്പം കൂടുതൽ ഡയമീറ്റർ ഉള്ള സർക്കിളുകൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ലെങ്തനിങ് ബാർ ഉപയോഗിക്കുന്നത്. ടു ഡ്രോ ലാർജ് സർക്കിൾസ് ഇറ്റ് ഈസ് ഫിറ്റഡ് ടു ദി കോമ്പസ്. വലിയ സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടി കോമ്പസിലേക്ക് ഫിറ്റ് ചെയ്യാം. മറ്റൊന്ന് സ്ക്രൂ ഡ്രൈവർ ആണ്. സാധാരണയായിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ സ്ക്രൂ ഡ്രൈവർ കാണാറില്ലെങ്കിലും സ്ക്രൂ ഡ്രൈവറിന് സമാനമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് ഉപയോഗിക്കും. നമ്മുടെ ഈ കോമ്പസിലും അതുപോലെ തന്നെ ലെങ്തനിങ് ബാറിലും ഒക്കെ ആയിട്ട് ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂ കാണുന്നുണ്ട്. ഈ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇങ്കിങ് പെൻ ഓർ ലൈനർ ഓർ റൂളിംഗ് പെന്ന്. കോമ്പസുകളുടെ നീ ജോയിന്റ് ഊരി മാറ്റിയതിന് ശേഷം അവിടെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പെൻസിലിന് പകരം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെന്നുകളെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പൊ ലൈനുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പെൻസിലുകൾക്ക് പകരമായിട്ട് നമുക്ക് ഇങ്കിങ് പെന്നുകൾ ഉപയോഗിക്കാം. ആ ഇങ്കിങ് പെന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈനുകൾ വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് ലെഡ് കേസ്. നമ്മൾ പെൻസിലിന്റെ ഹാർഡ്നെസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലെഡിന്റെ കാര്യം പറഞ്ഞു. ക്ലേ ഗ്രാഫൈറ്റ് മിക്സ് ചെയ്തുണ്ടാവുന്ന ലെഡുകൾ, അത് ഒരു വുഡൻ പീസിനകത്ത് ഫിക്സ് ചെയ്താണ് പെൻസിലുകൾ ഉണ്ടാക്കുന്നത്. ആ ലെഡുകൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെഡ് കേസുകൾ ഉള്ളത്. ഈ ക്യാപ്പ് ഊരിയതിനു ശേഷം ഈ സിലിണ്ടറിക്കൽ ഭാഗത്തിനകത്ത് നമുക്ക് ലെഡുകളെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആവശ്യമുള്ളപ്പോൾ ആ ലെഡുകൾ എടുത്ത് നമുക്ക് കോമ്പസിലേക്ക് ഉപയോഗിക്കാം. കോമ്പസിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ലെഡ് കേസ് ഉള്ളത്. അവസാനമുള്ളതാണ് പിന്ന്, ക്ലിപ്പ്, സെല്ലോ ടേപ്പ്. ഇത് ആദ്യം പറഞ്ഞ ഡ്രോയിങ് ബോർഡിന് മുകളിലേക്ക് ഡ്രോയിങ് ഷീറ്റിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ് ഈ 3 പാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 3 ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഡ്രോയിങ് ബോർഡിന് മുകളിൽ ഡ്രോയിങ് ഷീറ്റിനെ ഫിക്സ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യാം. ഒന്നാമത് ഡ്രോയിങ് പിന്നാണ്, മെറ്റൽ പാർട്ടാണ്. ഡ്രോയിങ് ബോർഡിന് മുകളിൽ ഷീറ്റിനെ വെച്ച് ആ ഷീറ്റിന് മുകളിൽ ഈ പിന്നിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വുഡ്, ഡ്രോയിങ് ബോർഡിന്റെ വുഡ് സോഫ്റ്റ് ആണ്. ആ വുഡിനകത്തേക്ക് ഷീറ്റിനെ പ്രസ് ചെയ്ത് ഈ പിന്ന് കയറി പോകും. അപ്പൊ ഷീറ്റ് ഫിക്സ് ആയി ഇരിക്കുകയും ചെയ്യും. മറ്റൊന്ന് ക്ലിപ്പാണ്. ഡ്രോയിങ് ബോർഡിനെയും ഷീറ്റിനെയും കൂടി ഉറപ്പിച്ചു നിർത്തുന്ന ക്ലിപ്പ്. മറ്റൊന്ന് സെല്ലോ ടേപ്പ് ആണ്. സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രോയിങ് ഷീറ്റിനെ ഡ്രോയിങ് ബോർഡിലേക്ക് ഉറപ്പിച്ചു നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റുകളൊക്കെ, ഈ ഭാഗങ്ങളൊക്കെ ഡ്രോയിങ് ഷീറ്റിനെ ഡ്രോയിങ് ബോർഡിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ 6ാമത്തെ ലെസൺ ഇതോടുകൂടി ഇവിടെ കഴിഞ്ഞു. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്. അതിനുശേഷമുള്ള ലെസൺ ആണ് ഷീറ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം ഷീറ്റ് ലേഔട്ട്, ഷീറ്റിന്റെ സൈസും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഡ്രോയിങ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമുക്ക് ഷീറ്റ് ലേഔട്ട് എന്ന് പറയുന്ന ഈ പാർട്ടിൽ പറയാം.